ഖത്തർ ഇന്ത്യയുടെ കാലെ പിടിക്കാൻ വരിക. അതായത് സൂഡാപ്പികളുടെ രാജാവ് ഇന്ത്യ വരുന്ന ഇന്ത്യയുടെ കാലെ പിടിക്കാൻ. അപ്പം എനിക്ക് അതിൻ്റെ റോളുണ്ട്. ഇതിനേക്കാൾ വലിയൊരു തള്ള് നമ്മുടെ ജാലിയൻ കണാരം വരെ ഇത്രയും അങ്ങോട്ടൊരു തള്ള് അടുത്ത് തള്ളിയിട്ടില്ല. ഒരൊറ്റ തള്ളാന്ന് പറഞ്ഞ പോലെ നമ്മുടെ തള്ളച്ചായൻ്റെ ചില സെഗ്മെന്റ്സ് കാണിച്ചു തരാം. തള്ളച്ചായൻ ആരാ എന്നായിരിക്കും അല്ലേ? അതെ, നമ്മുടെ തള്ളച്ചായൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്യു ചായന. നമ്മുടെ മാത്യു സാമുവൽ, നമ്മുടെ ചില ആൾക്കാർ എന്താ പറയുക ഇന്റർനെറ്റിലൊക്കെ പുട്ടച്ചായൻ, അതല്ലെങ്കിൽ തള്ളച്ചായൻ, മാത്തപ്പൻ, ഇങ്ങനെ പല പേരുകളിലാണ് നമ്മുടെ തള്ളച്ചായൻ മാത്യു ചായൻ അറിയപ്പെടുന്നത്. പക്ഷെ ഞാൻ നമ്മുടെ മാത്യു ചായനെ തള്ളച്ചായൻ, മാത്തപ്പൻ എന്നൊക്കെ വിളിക്കാറുള്ളൂ. ചുമ്മാ തള്ള. പണ്ട് ഏതോ തെഹൽക്കയിലും നമ്മുടെ നാരദ ന്യൂസിലൊക്കെ വർക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് ഈ പണ്ട് എൻ്റെ എന്താ പറയുക ഈ ചന്തിമ്മൽ തഴമ്പുണ്ട്, ഞാൻ ആനപ്പുറത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വന്ന് തഴമ്പ് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തേൻ ഒരഞ്ഞ് പോയ തഴമ്പ് ഇപ്പം ഞാൻ എൻ്റെ തഴമ്പ് കണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മാത്യു ചായൻ്റെ കാര്യങ്ങൾ. മൊത്തം കോമഡിയാണ്. എന്താണ് നമ്മുടെ മാത്യു ചായൻ ഇന്നലെ വലിയൊരു തള്ളു തള്ളിയിട്ടുണ്ട്. വെറും തള്ളൊന്നും അല്ല കേട്ടോ, ഒരു ഖത്തർ തള്ളു. നിങ്ങൾ കേട്ടിട്ട് വാ. കേരളത്തിലെ സുഡാപ്പികളിലെ ഇഷ്ടതാരമായ ഖത്തർ അമീർ, അതായത് ഖത്തർ ഭരണാധികാരി ഇന്ത്യയിലോട്ട് വരുന്നത് പെട്ടെന്നുള്ള തീരുമാനമാണ്. കാരണം അവിടെ ഖത്തറുമായിട്ട് ആ 17-ാം തീയതി വിസിറ്റാണ്, 1-2 ദിവസമാണ് വിസിറ്റ്, എമർജൻസി വിസിറ്റായിട്ടാണ് കൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയിലോട്ട് വരുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് LNGയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ടോക്സിന് വേണ്ടിയോ മണ്ണാങ്കെട്ട് അതൊന്നുമല്ല. അതെ, ഞാൻ കൃത്യമായിട്ടായിട്ട് പറഞ്ഞുതരാം. മണ്ണാങ്കെട്ട് അതൊന്നുമല്ല, പല ആപ്പ ഉപ്പ. ഈ ഖത്തർ ഭരണാധികാരി ഇങ്ങോട്ട് വരുന്നത് LNGൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ടൊന്നുമില്ല. അത് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ, ഞാൻ അറിയുന്നതല്ലേ, എന്നെ കൊണ്ട് പറഞ്ഞിട്ടല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ അല്ലെങ്കിൽ ഞാൻ തൊടുത്ത് വിട്ട അമ്പുകൾ എന്നല്ലേ ഖത്തർ അമീർ ഇങ്ങോട്ട് വരുന്നത്. മോദിയൊക്കെ എൻ്റെ പോക്കറ്റിലല്ലേ. ഈ രീതിയിലാണ് നമ്മുടെ മാത്തച്ചായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരെ ഞെട്ടിപ്പോയി. ഇനി മാത്തച്ചായം വല്ല അങ്ങപ്പുറത്തെ ട്രംപിൻ്റെ അണ്ടി ഒന്നുന്ന ആളാണോ ഇവരെ ചിന്തിച്ചു പോയിട്ടോ. എന്നാലും അത് വേറെ കാര്യം, കുഴപ്പമില്ല, നമ്മളത് അതിനെപ്പറ്റിയൊന്നും പറയണ്ടില്ല. എന്താണ് നമ്മുടെ മാത്തച്ചായന് പറയാനുള്ളത് കേട്ടോ. കേട്ട് ഞെട്ടാൻ നിൽക്കരുത്, പിടിച്ചിരുന്നോളാം കേട്ടല്ലോ. LNG ആയിട്ട് 2047 വരെ ലോങ് ടൈം ഡീലാണ് ഖത്തറുമായിട്ട്, വളരെ വില കുറച്ച രീതിയിൽ. ഖത്തർ ഇന്ത്യയുടെ കാലെ പിടിക്കാൻ വരിക. അതായത് സൂഡാപ്പികളുടെ രാജാവ് ഇന്ത്യ വരുന്ന ഇന്ത്യയുടെ കാലെ പിടിക്കാൻ. അപ്പം എനിക്ക് അതിൻ്റെ റോളുണ്ട്. എന്താ റോള്? ഞാനൊരു 2ഓളം വീഡിയോ ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട. ഒരു വീഡിയോ ചെയ്ത് ഇന്ത്യക്കാരായിട്ടുള്ള ലേബേഴ്സ്, അതായത് വർക്കിംഗ് ക്ലാസ്, അവരെ ഖത്തർ അവരുടെ വിസ റിജക്റ്റ് ചെയ്യുന്നു. ഒന്നാമതൊരു സ്റ്റോറി ചെയ്തു, അത് കയറി ഏറ്റു. കാരണം ഇന്ത്യ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, എൻ്റെ റിപ്പോർട്ട് വന്നു. ഇന്ത്യ ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യ അപ്പം കൊടുത്ത താക്കീത് 2047 വരെയുള്ള ഡീല് കാണത്തില്ല, 5 വർഷം കഴിയുമ്പോൾ ഡീല് ഡിസ്മാൻറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത സംഭവം ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു. ഇന്ത്യക്കാരായ ബിസിനസ്സുകാർ, അത് നാമകലിൽ നിന്ന് മുട്ട അയക്കുന്നു, ഗുജറാത്തിൽ നിന്ന് ടൈൽസ് അയക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. അത് കൺസൈൻമെൻറ്റ് ഓർഡറിന് ശേഷം ഖത്തർ ഗവൺമെൻറ് അവരുടെ സംഭവം ഇന്ത്യ ഇന്ന് പ്രത്യേക നിയമം ഉണ്ടാക്കി, സർപ്ലസ് ഡംപിങ് എന്ന് പറയും. ഇന്ത്യക്കാരുടെ സാധനം എടുക്കുന്ന ബിസിനസ്, പ്രത്യേകിച്ച് ഗുജറാത്ത് ആ റീജിയൻ മറ്റുള്ളവരുടെ. പക്ഷെ ചൈനക്കാരുടെ ഭയങ്കര താല്പര്യം കാണിച്ചു. അത് ഇഷ്യൂ അത് ഞാൻ വീഡിയോ ചെയ്യുന്നു, അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു, അത് ഇംഗ്ലീഷിലുണ്ടാക്കി. ഇതല്ലേ ഇന്ത്യ ഗവൺമെൻറ്. ഞാൻ പറയും കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ മോദിയെ അംഗീകരിക്കുന്നതും ഞാൻ എന്തുകൊണ്ടാണ് മോദിയുടെ ഫാൻ ആയതും അയാൾക്ക് ഇന്ത്യക്കാരെ കഴിഞ്ഞുള്ളൂ, വേറെ ആരും. അവരുടെ കൺസേൺഡാണ് പുള്ളി. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. സംഭവം സത്യമാണ്. അത് ഖത്തറിന് കൃത്യമായിട്ട് വാൺ ചെയ്തു. ഇത് ഫർദർ നടക്കാൻ പറ്റില്ല. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ മാത്തപ്പൻ്റെ ഒരു തള്ള. ഇന്ത്യക്കാർക്ക് ഖത്തറിൽ വിസ അടിക്കുന്നില്ല, ഇന്ത്യക്കാർ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നത്, ഗുജറാത്തിൽ നിന്ന് അയക്കുന്ന ടൈലിൻ്റെയും ഇതിൻ്റെയും ഒന്നും എന്താ പറയുക ഇറക്കുമതി ഖത്തർ സമ്മതിക്കുന്നില്ല. ഈ 2 വീഡിയോ മാത്തപ്പൻ നമ്മുടെ ഏതോ നാട്ടിൽ പോയിരുന്നിട്ട് കുണച്ച വീഡിയോ മാത്തപ്പൻ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മാത്തപ്പൻ
നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്, നമ്മുടെ ഫോറിൻ അഫയേഴ്സിന് അയച്ചു കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ഫോറിൻ അഫയേഴ്സിന് ഇംഗ്ലീഷ് മനസ്സിലായത്. അതുവരെ ഈ ഖത്തറിലുള്ള ഇന്ത്യക്കാരോ ഖത്തറിലുള്ള ബിസിനസ്സുകാരോ ഖത്തറിലുള്ള സാധാരണ ആൾക്കാരോ ഇവരുടെ കഷ്ടപ്പാടുകളൊന്നും നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സ്, ഇന്ത്യൻ അംബാസിഡേഴ്സ്, ഇന്ത്യൻ ഖത്തർ അംബാസിഡേഴ്സ് അവിടെ ഉണ്ട്, അവരാരും അറിഞ്ഞിട്ടില്ല. മാത്തപ്പൻ നമ്മുടെ ഇവിടെ കുത്തിരുന്ന ഒരു വീഡിയോ ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മോദിജിക്ക് ഒലത്തിയ സമയത്താണോ അല്ലെ നമ്മുടെ ഇന്ത്യൻ അഫയേഴ്സ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പം നമ്മുടെ ഇന്ത്യൻ അഫയേഴ്സ്, ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സും അംബാസിഡർ, ഖത്തർ അംബാസിഡർ ഇവരിതൊന്നും അറിയുന്നില്ലേ? ഈ നാട്ടിൽ ഖത്തറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സും അംബാസിഡറും അറിയുന്നില്ല. നമ്മുടെ പുട്ടുമാത്തപ്പൻ നാട്ടിൽ നിന്ന് ഇരുന്നിട്ട് അങ്ങോട്ട് തള്ളിക്കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ നാട്ടിലെ ഭരണം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു തള്ള് നമ്മുടെ ജാലിയൻ കണാരം വരെ ഇത്രയും അങ്ങോട്ട് തള്ള് തള്ളിയിട്ടില്ല. ഒരൊറ്റ തള്ളാന്ന് പറഞ്ഞ പോലെ ഇത്രയും വലിയ തള്ള് തള്ളിയിട്ടില്ല. എൻ്റെ പൊന്നു മാത്തപ്പ, ഇജി തള്ളിൻ്റെ താഴത്ത് വന്ന് കമൻ്റ് അടിക്കാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഈ മറ്റേ പട്ടിയുടെ വാല് ഈ മറ്റേ കുഴലിട്ടാൽ പോലും നീരാത്ത സംഘികൾ മാത്രമല്ലേ വിശ്വസിക്കുകയുള്ളൂ. അപ്പം നീ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സിനെയും ഇന്ത്യൻ്റെ അംബാസിഡേഴ്സിനെയും ഒക്കെ ഇത്ര മോശമായിട്ട്, അല്ലെങ്കിൽ ഇവരൊന്നും ഒരു കൊണവും ഇല്ലാത്ത സാധനങ്ങളാണ് ഇജി ഇട്ട വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ ഇജി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വീഡിയോസിൻ്റെയും എഫക്റ്റ് കണ്ടിട്ട് ഇവർ അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ അംബാസിഡേഴ്സിനെയും നമ്മുടെ നാട്ടിലെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ജയശങ്കർ കൊണ്ട് നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ വട്ടപൂജ്യം അല്ലേ? നീ തന്നെ പറ. ഇത്രയും പ്രശ്നങ്ങൾ ഖത്തറിലുണ്ട്. പിന്നെ ഇവരൊക്കെ എന്തിനാണ്? എൻ്റെ പൊന്നു മാത്തപ്പ, നീ ഒരു കാര്യം ചെയ്യും, നീ ജയശങ്കറിനോട് പറ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആവാം. ജയശങ്കർ ഇതൊന്നും ഒരു കാര്യത്തിനും കൊള്ളൂല. മോദിജിയുടെ ചന്തി തുടക്കിയ ഞാൻ മതി, എലജി വേണ്ട എന്നുള്ളൊരു ഡയലോഗ് പറയുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ അതിന് തള്ളിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സംഘികളല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? നിങ്ങൾ പറ. പച്ചക്ക് ചിന്തിക്കുന്ന ഒരാൾ പറ. മാത്തപ്പന് ഇവിടുന്ന് കൊണച്ചിട്ടുള്ള 2 വീഡിയോസിൻ്റെ എഫക്റ്റിലാണോ, അതല്ലെങ്കിൽ നമ്മുടെ ഈ കംപ്ലീറ്റ് ഡിപ്ലോമാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെറും വട്ടപൂജ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ മാത്തപ്പൻ. ഇങ്ങനെയാണ് മാത്തപ്പൻ ഒരു ബേസിലാണ്ട് പച്ചക്ക് സംഖ്യകളെ പറ്റിക്കുന്നത്. ബാക്കിയോടെ കേൾക്ക്. കോമഡിയാണ്, മൊത്തം കോമഡിയാണ്. 8 ലക്ഷം ഇന്ത്യക്കാരുണ്ട്, അവരെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പിന്നെന്താണ് ഖത്തർ രാജാവ് പൊള്ളിയത്? അമേരിക്കൻ പ്രസിഡന്റ് സൗദി പോകുന്നു. അതായത് ഇസ്രായേലിൻ്റെ അമേരിക്ക അടുത്ത ഡിമാൻഡാണ് അമേരിക്കൻ ബേസ് ഖത്തറിൽ നിന്ന് മാറ്റുക. അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ലോകത്ത് ഏറ്റവും അടുത്ത് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് മോദിക്കാണ്. കാരണം ഈ പറയുന്ന സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഈ ഒരു രാജ്യക്കാരും ഖത്തറിൻ്റെ ഈ ടെറർ പോളിസിയുമായിട്ട് സലഫിസവും വഹാബിസവും ഒരുമിച്ച് പോകുന്നില്ല. കാരണം ട്രംപ് വളരെ കൃത്യമായിട്ട് പറയും, ഒരു പെർസെൻറ്റേജ് പോലും ടെററിസം വഹാബിസം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമായിട്ടും ബന്ധം കാണത്തില്ല, അവരെ നശിപ്പിക്കും. ഖത്തർ രാജാവിന് പേടിയ നാളെ അവിടെ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് സംഭവം. പേടി കയറിയേറ്റു. ആരെ വെച്ചു മീഡിയേറ്റ് ചെയ്യും? പല ആവർത്തി ഇയാൾ ട്രംപുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ട്രംപ് ഔട്ട് റൈറ്റ് ആയിട്ട് പുള്ളി റിജക്റ്റ് ചെയ്ത് ആദ്യം ബന്ദികളെ മോചിപ്പിക്കുക, ഡെഡ് ലൈൻ കൊടുത്തു. ആദ്യത്തെ സംഭവം നടന്നു. അടുത്ത പറഞ്ഞു ശനിയാഴ്ചക്കുള്ളിൽ വീണ്ടും നടക്കുന്നു. ഖത്തറിന് ശരിക്കും പിടികിട്ടി ഇന്ത്യ ഇടപെടണം. അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇടപെട്ട് ഖത്തറുമായിട്ട് മീഡിയേറ്റ് ചെയ്യണം അമേരിക്കയായിട്ട്. എൻ്റെ വിവരമില്ലാത്ത പൂളെ നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ. പണ്ട് ആനപ്പുറത്ത് ഇരുന്ന് ചില തഴമ്പ് കാണിച്ചു വരല്ലേ പ്ലീസ്. ഈ പറഞ്ഞ ട്രംപ് നല്ല ഒന്നാന്തരം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. നിനക്ക് എത്രത്തോളം അറിയുന്ന എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പല കാര്യങ്ങളും വരാം. ഈ പറഞ്ഞ UAE-യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഈ പറഞ്ഞ സൗദിയിലാണെങ്കിലും ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ പറ്റി എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? അവിടെ എത്ര ബിൽഡിങ്സ്, എത്ര റിയൽ എസ്റ്റേറ്റ് എന്താ പറയുക ടൗൺഷിപ്സ് ട്രംപിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലാണെന്ന് എൻ്റെ പൊന്നു പൊട്ടാന്ന് നിനക്കറിയോ? എന്തുകൊണ്ടാണ് ഈ ട്രംപ് കണ്ണടച്ച് ഈ പറഞ്ഞ രാജ്യങ്ങൾ, സ്പെഷ്യലി ഖത്തർ, സൗദി, നമ്മുടെ UAE-യിലോട്ട് കൊണയ്ക്കാൻ നിൽക്കാത്ത നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ?
ഇയാളുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു മാക്സിമം പേഴ്സൻറ്റേജ് ഈ സ്ഥലത്തെ റിയൽ എസ്റ്റേറ്റ്. സൗദി നെക്സ്റ്റ് ലെവലിലോട്ട് ഉയർന്നു വരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ഹബ്ബായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ട്രംപിന് ബിസിനസ് ചെയ്യണം. ട്രംപിന് കൊണയ്ക്കുന്ന ഇസ്രായേലും കൊണ അടയ്ക്കുന്ന നമ്മുടെ മോദിയും ഈ കൊണ അടിക്കുന്ന വേറെ ഒരു ടീമും ഒന്നുമല്ല, ഒരു കാര്യമില്ല. ട്രംപിന് 5 കൊല്ലം കൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അതിന് നല്ല പവർ വേണം, എല്ലാം വേണം. അതിനാണ് ഈ പറഞ്ഞ ട്രംപ് ഈ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. എന്തേ ട്രംപ് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞായറാഴ്ച, ഇന്നലെ ശനിയാഴ്ച 12 മണിയോടുകൂടി കംപ്ലീറ്റ് ഇസ്രായേലി ബന്ദികളെയും വിട്ടു തന്നിട്ടില്ലെങ്കിൽ ട്രംപ് അവിടെ കൊണ്ടെന്തോ കൊണയ്ക്കെന്ന് പറഞ്ഞ് വല്ല കൊണയും നടന്നോ? ഇല്ലല്ലോ, ഒരു തേങ്ങയും നടന്നിട്ടില്ല. ഈ നാട്ടിൽ ABC മലയാളം, നമ്മുടെ എന്താ പറയുക, ജാമിത എന്ന് പറഞ്ഞ കാമിത എന്ന് പറഞ്ഞ മറ്റൊരു ആ സാധനം, ഫസൽ കാരാട്ട് എന്ന് പറഞ്ഞ മറ്റൊരു വെടൻ, ഈ പറഞ്ഞ സകലമാന ചാനലുകളും കൊണ അടിച്ചിട്ട് അവിടെ വല്ലതും നടന്നു ഇല്ല. ഇപ്പോൾ ഒരു കൊണ അടിക്കാൻ പോകുമ്പോൾ ആർക്കുമില്ല, മിണ്ടില്ല, ആരും മിണ്ടുന്നില്ല. ട്രംപ് എന്തോ പടച്ചോനാണ്, മോദി എന്തോ പടച്ചോൻ്റെ എന്താ പറയുക, മറ്റേ സുനയൊന്നും പറഞ്ഞ് നടന്നതല്ലാണ്ട് ഒരു തേങ്ങയും നടന്നിട്ടില്ല. ഹമാസ് പറഞ്ഞ പോലെ അവിടെ കാര്യങ്ങൾ നടന്നു, അത്രയേ ഉള്ളൂ. അപ്പം സൗദി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഗൾഫ് യുണൈറ്റഡ് യൂണിയൻ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ജോർദാനും ഈ പറഞ്ഞ ഈജിപ്തൊന്നും ആരും ഒരു തേങ്ങ എടുത്തിട്ടില്ല. അപ്പം നീ വന്ന് ചുമ്മാ ഈ സംഘികളെ പറ്റിക്കാൻ നിൽക്കരുത്. ട്രംപിൻ്റെ ആവശ്യം എന്താണെന്ന് നിനക്ക് പടച്ചമ്പുരാനെന്ന് നിനക്കറിയില്ല. പണ്ടത്തെ ആനത്താഴമ്പിൻ്റെ പേരും പറഞ്ഞ് നീ വരാൻ നിൽക്കരുത് പ്ലീസ്, കേട്ടല്ലോ. നീ പറഞ്ഞ ഒരു കാര്യങ്ങൾ അവിടെ ഒരു രീതിയിൽ നടന്നിട്ടില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. നിനക്ക് മാത്രവും സംഘികൾക്ക് മാത്രവും ഇച്ചിരി ക്രിമിനേടി ഉണ്ടാവും. എന്താ, ഇന്നലത്തോടു കൂടി നിങ്ങളൊക്കെ വിചാരിച്ച് ഗാസ് അങ്ങോട്ട് ചുട്ട് ചാമ്പലാക്കി ട്രംപ് എന്തോ മറ്റേ ഭസ്മം കലത്തി മറ്റേ ഗംഗയിൽ അങ്ങോട്ട് ഒഴിക്കുന്നു. ഗംഗയിൽ പോയിട്ട് ട്രംപിൻ്റെ വീട്ടിലെ ക്ലോസറ്റിൽ പോലും ഒഴിക്കാൻ ട്രംപിന് തീരെ പറ്റിയിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഇങ്ങനത്തെ കൊണടി നടിക്കല്ലേ പ്ലീസ്. തള്ളും ഒരു മയത്തിലൊക്കെ തള്ളു, കേട്ടോ. സുഡാപ്പികളുടെ രാജാവാണ്. ഇതിനെപ്പറ്റി സുഡാപ്പികൾ എന്താ പറയുന്നു? ഞാൻ ഈ പറഞ്ഞ വീഡിയോ പിന്നീടുണ്ടായ ഡെവലപ്മെൻറ്റ് എന്താ സംഭവം എന്തോ? കാരണം അവൻ ഈ പറയുന്ന ഖത്തർ രാജാവിന് കൂട്ടർക്കും അറിയാം. അതായത് നാളെ ഇവിടുന്ന് തെറിക്കും. കാരണം ഈ സംഭവം ഈ ഇസ്രായേൽ സെക്കൻഡ് ഫേസ് പൂർണ്ണമായിട്ട് നടന്നില്ല എങ്കിൽ നാളെ വാറ് തുടക്കും. വാർ അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്ത് കയറി ഈ അമേരിക്കൻ ബേസ് അങ്ങ് മാറും. ഈ ഗാസ എന്ന് പറയുന്ന അമേരിക്കയുടെ അധീനതയിലാവും. പിന്നീട് ഉണ്ടാകുന്നത് എന്തുവാ? ഖത്തറിൻ്റെ ഈ കിരീടാവകാശിയും ഭരണാവകാശിയും ഇവിടെ ഇരിക്കുന്ന ഫാമിലി അവിടുന്ന് തെറിക്കും. നാളെ അങ്ങോട്ട് നാളെ വാറല്ലട, നാളെ തൂറും. ഈ പറഞ്ഞ ഇസ്രായേലും അമേരിക്ക നാളെ തൂറും ഹമാസിൻ്റെ അവിടെ പോയിട്ട്, എന്നിട്ട് സ്വയം തീട്ടം തിന്നു. എടാ പൊട്ട, അവിടെ ഒരു വാറ് നടന്നില്ല. ഹമാസ് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നു. അവിടെ ട്രംപും ഇസ്രായേലും പറഞ്ഞ ഒരു കാര്യം നടന്നിട്ടില്ല. ഇന്ത്യ മധ്യസ്ഥം വന്നിട്ട് വേണ്ട ഖത്തറിനെ വലത്താൻ ഇസ്രായേലുമായിട്ടും ട്രംപുമായിട്ടും. അതാദ്യം നീ മനസ്സിലാക്കുക. വെറുതെ നീ പണ്ട് ഖത്തറിൻ്റെ എന്താ പറയുക, ഖത്തർ ഇല്ലാണ്ടായി, ഖത്തറിൽ വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി ഖത്തർ എന്ന രാജ്യം ഇല്ലാണ്ടായി, നീ പല കൊണയും കുണച്ചിരുന്നു. പിന്നെ വല്ല കുഴപ്പമുണ്ടായോ? എടാ ചുമ്മാ വന്ന് എടാ പൊട്ടാ, നീ ഇങ്ങനെ വന്ന് തള്ളല്ലേ പ്ലീസ്. എടാ തള്ളുരാമ, ഇങ്ങനെ തള്ളാൻ നിൽക്കല്ലേ. നീ അന്ന് തള്ളിയിട്ട് ഒരു തള്ളിൻ്റെ ഒരു അംശം പോലും ഒന്നും നടന്നിട്ടില്ല. നീ ഇന്നും വന്ന് തള്ളിക്കൊണ്ടിരിക്കുക. ഇന്നലെ തള്ളിയതാണ്. ഇതുവരെ ഒരു യുദ്ധം, ഒരു കോപ്പോ, ഒരു മണ്ണാങ്കട്ടി അവിടെ നടന്നിട്ടില്ല. എന്നിട്ടും വെറുതെ അങ്ങ് തള്ളുകയാണ്. കഷ്ടം. നിന്നൊക്കെ പെറ്റ് പോയിട്ട് പെറ്റാണോ തൂറിയിട്ടാണോ അറിയില്ല. എന്താണെങ്കിലും വല്ലാത്തൊരവസ്ഥ കേട്ടോ, നിന്റെ അമ്മൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ഇതാണെങ്കിൽ ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ അവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കും. ഇതാണ് ഇഷ്യൂ. തെറിക്കുമെന്നറിയാം, അമേരിക്ക പണി കൊടുക്കുമെന്നറിയാം, ഇസ്രായേൽ പണി കൊടുക്കുമെന്നറിയാം. ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയുടെ കാലെ പിടിച്ച് അമേരിക്കയോട് സംസാരിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ഇത് മാത്രമാണ് ഖത്തർ രാജാവിൻ്റെ ഇന്ത്യ സന്ദർശനം. അതായത് നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാലെ പിടിക്കുക. അപ്പോൾ അവിടെയുള്ള സുഡാപ്പികൾ തന്നെ തെറിയോട് തെറിയല്ലായിരുന്നു. എന്തോരം പിന്നെ ആൾ പെട്ടെന്ന് ഓടിക്കതച്ച് പേടിച്ചോടി വരുന്നത്. കാരണം ഇയാൾ പറഞ്ഞ ലോകത്തൊരു രാജ്യവും ഈ ട്രംപ് അങ്ങനെ ചില കാര്യങ്ങൾ ഭയങ്കര അരഗൻ്റാ. പൊന്നെ, ഖത്തർ അമീർ എന്ന് പറഞ്ഞാൽ മോദിജി ട്രംപിൻ്റെ കാലയിലും ടൈപ്പ് സാധനമല്ല എന്നുള്ള ആദ്യം ചിന്തിക്കാം. ഈ പറഞ്ഞ മോദിജി ഉള്ള പൈസയും ചിലവാക്കി അങ്ങോട്ട് പോയിട്ട് ട്രംപിൻ്റെ കാലയിലും പിടിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന സംഘികളെ സുഖിപ്പിക്കുന്ന ഒരാളല്ല ഖത്തർ അമീർ. പണ്ട് അമേരിക്കയും അതുപോലെ തന്നെ എന്താ പറയുക UAE, സൗദി, ഈ പറഞ്ഞ എല്ലാ ആളുകളും ഖത്തറിനെ ബഹിഷ്കരിച്ച് ഖത്തറിനൊരു സൈഡിൽ കൂട്ടിയ സമയത്തും വേൾഡ് കപ്പിൻ്റെ മുമ്പ് ഖത്തർ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിന്ന് ഒരു രീതിയിലും
അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അതല്ലെങ്കിൽ എന്താ പറയുക ഈ റോയൽ സ്റ്റെബിലിറ്റിയോ ഒന്നും ഒരു രീതിയിലും വിട്ടുകൊടുക്കാത്ത ഒരു രാജ്യമാണ്. അതിലും സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുവന്ന രാജ്യമാണ് ഖത്തർ. അത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്നോ, നീ പരമചെറ്റ തീട്ട ചാണകം തിന്ന് കഴിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട്, ജന്തു ആയതുകൊണ്ട് മാത്രം സംഘികളെ പറ്റിച്ചോ. ഇത് പറഞ്ഞ ഒരു കാര്യം ഇത്രയും കാലം ഇവിടെ നടന്നിട്ടുമില്ല, ഇനി നടക്കാൻ പോകുന്നുമില്ല. അത് നീ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ സംഘികളുടെ അണ്ടി നക്കിയിട്ട് വേണം നിനക്ക് ജീവിതമാർഗം, ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടുമല്ല. കേട്ടല്ലോ. ഇനി എന്തുകൊണ്ട് ഖത്തർ അമീർ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ പറഞ്ഞ ഒരു സംഭവമല്ല എന്നുള്ളത് പടച്ചമ്പുരാനാണ്, എല്ലാവർക്കും അറിയാം. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. വിവരമുള്ള ഏത് മരവാണങ്ങൾക്കും അതറിയാൻ പറ്റും. വിവരമുള്ള ഏത് മനുഷ്യന്മാർക്കും അതറിയാൻ പറ്റും. സംഘികളായിട്ടുള്ള മരവാണങ്ങൾക്ക് അതറിയാൻ പറ്റില്ല. നീ അവരന്മാരെ പറ്റിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ മൊത്തം പാട്ടാണ്. നീ പിന്നെ തെളിവുകളൊന്നും കൊടുക്കാത്തത് കൊണ്ട് സംഘികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് നിനക്ക്. ലാസ്റ്റ് മന്ത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ അവിടെ ഖത്തറിൽ ജനുവരിയിൽ വിസിറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ പല കരാറുകളും പല സംഭവങ്ങളും പുള്ളി ഡെവലപ്പ് ചെയ്ത് പുള്ളി അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പുള്ളി ഒരു ട്വീറ്റ്, അതായത് നമ്മുടെ എക്സിൽ ഒരു കുറിപ്പും കൂടെ ഇട്ടു. അത് ഇങ്ങനെയായിരുന്നു: ഡിലൈറ്റഡ് ടു മീറ്റ് മിസ്റ്റർ PM and FM, അതായത് നമ്മുടെ അൽത്താനി ഇൻ ദോഹ ടുഡേ, മൈ ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് ഇൻ 2025. ഓക്കെ, a productive review of our bilateral cooperation. Also a wide range discussion on recent regional and global developments. ഇതായിരുന്നു പുള്ളിയുടെ ഇത്. അതിന് താഴത്തെ പുള്ളി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫേർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പുള്ളി അവിടെ പോയി. പുള്ളി നമ്മുടെ മോദിജിയുടെ ഇൻവിറ്റേഷൻ വരെ നമ്മുടെ ഖത്തർ അമീറിന് കൊടുത്തു. അതായത് ഖത്തർ അമീറിനെ ഇൻവൈറ്റ് ചെയ്തത് at the invitation of Prime Minister Narendra Modi, the Amir of Qatar, Tamim bin Hamad Al Thani will pay a state visit to India from January 17th to 18th. The Ministry of External Affairs noted is in an official statement on Saturday. അതായത് നമ്മുടെ മോദിജിയുടെ പ്രത്യേക ക്ഷണപ്രകാരം നമ്മുടെ ഖത്തർ എന്താ പറയുക റോയൽ കിങ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതായിരുന്നു വാർത്ത. ഇങ്ങനെയാണ് വാർത്ത. അതല്ലാതെ നീ ഇവിടെ കുണയ്ക്കുന്ന ഖത്തർ പേടിച്ച് തൂറിട്ട് മോദിജീനെ എന്താ പറയുക ഇൻ ബിറ്റ്വീനിൽ വെക്കാൻ, അമേരിക്കയുടെ കാല് പിടിക്കാൻ വേണ്ടി മോദിയുടെ കാല് പിടിക്കാൻ വന്നതല്ല. കഴുതക്കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഖത്തർ അമീർ ഇങ്ങോട്ട് വന്നതല്ല എന്നുള്ള സാമാന്യ ബോധം എൻ്റെ പൊന്നു പൊട്ടാ നീ ഉണ്ടാക്കുക. നീ മറ്റേ ഇല്ലാത്ത വാർത്തകളും പറഞ്ഞ് ഈ സംഘികളെ പറ്റിച്ച് ഞാൻ പണ്ടതായിരുന്നു, എനിക്ക് ഖത്തർ അമീറിനെ അറിയാം, എനിക്ക് മോദിജീനെ അറിയാം, എനിക്ക് ട്രംപിൻ്റെ എന്താ പറയുക കക്കൂസിലെ വാർത്തകൾ വരെ എനിക്കറിയാം, ഞാൻ നെതന്യാഹുവിൻ്റെ ചന്തി കഴുകുന്ന ആളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മുടെ എന്താ പറയുക സംഘികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ തള്ളുന്ന സമയത്ത് ഇതല്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ പൊന്നു കുട്ടേ നീ ആലോചിക്കണം. എൻ്റെ പൊന്നു മാത്തപ്പ നീ ആലോചിക്കണം. തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണം. നീ കയറ്റിക്കോ, പതുക്കെ കയറ്റ്. നീ സംഘികളുടെ ആസനത്തിൽ കയറ്റുന്ന സമയത്ത് ഒരു പതുക്കെ കയറ്റി, വേദന ആവില്ലത്. ചുമ്മാ അങ്ങോട്ട് കയറ്റുകയാണോ? ഇച്ചിരി എന്താ പറയുക എണ്ണൊക്കെ ഇട്ട് പതുക്കെ സാവധാനത്തിൽ കയറ്റി കഴിഞ്ഞാൽ സംഘികൾക്കും ഒരു സുഖം കിട്ടും, അനക്കും ഒരു സുഖം കിട്ടും. നിങ്ങൾ പരസ്പരം ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിച്ചു പോവാം. കേട്ടോ? ഇച്ചിരി തള്ളുമ്പോൾ മയത്തിൽ തള്ള. എല്ലാവരും വിവരം കേട്ട പൊട്ടന്മാരല്ല സംഘികളെ പോലെ എന്നുള്ളത് എൻ്റെ പൊന്നു മാത്തപ്പ നീ മനസ്സിലാക്കുക. കേട്ടല്ലോ? ഇനി ഇതിൻ്റെ താഴത്ത് കുണയ്ക്കാൻ വരുന്ന പല സംഘിക്കുട്ടന്മാരും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഘികൾ കുണച്ച് വരുന്നത് എന്നുള്ളത്. അതല്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന സാധാരണ മനുഷ്യന്മാരും കൂടെ ഒന്ന് കമൻ്റ് ഇടണേ. നമുക്ക് നോക്കാം എന്താ സത്യാവസ്ഥ എന്നുള്ളത്.